ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങൾ എല്ലാവരോടും ഓച്ചിറ അമ്പലത്തിൽ പോവുകയാണ് കേട്ടോ. അപ്പം എറണാകുളത്താണ് എൻ്റെ അമ്മയും ചേച്ചിയും താമസിക്കുന്നത്. അപ്പം ഞങ്ങൾ പുതിയ കാർ എടുത്തിട്ടുണ്ടായിരുന്നു ഊബർ ഓടാൻ വേണ്ടി. ടാക്സിയാണ് കേട്ടോ, എറണാകുളത്ത് ഓടാൻ വേണ്ടിയാണ്. അപ്പം എടുത്ത ഒരു സന്തോഷത്തിൽ ഞങ്ങൾ എല്ലാവരോടും ഓച്ചിറ അമ്പലത്തിൽ പോയി തൊഴുത് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ഞങ്ങൾ ഓച്ചിറ പോകുന്നതിൻ്റെ തലേന്ന് രാത്രി അമ്മയും ചേച്ചിയും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവർ ട്രെയിനാണ് കേട്ടോ വന്നത്. അപ്പോൾ പിറ്റേ ദിവസമായപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഓച്ചിറ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഓച്ചിറ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. സൺഡേ ആയിരുന്നു കേട്ടോ അന്ന്. നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം സൺഡേ ആകുമ്പോൾ എല്ലാ പ്രാവശ്യവും ഞായറാഴ്ച നല്ല തിരക്കാണ് ഓച്ചിറ അമ്പലത്തിൽ. അപ്പം അതുപോലെ അന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. വണ്ടി ഞങ്ങൾ അമ്പലത്തിൽ ഏറ്റവും ഓംകാരത്തിൻ്റെ അവിടെയാണ് കേട്ടോ ഞങ്ങൾ വണ്ടി കൊണ്ടിട്ടത്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ തൊഴാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ അമ്പലത്തിലെ കുളമാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഞങ്ങൾ അവിടെ വരുന്നവരെല്ലാവരും അമ്പലത്തിൻ്റെ ഈ കുളത്തിൻ്റെ സൈഡിൽ വന്ന് ഫോട്ടോ എപ്പോഴും എടുക്കാറുണ്ട്. ഞങ്ങൾ എപ്പോൾ വന്നാലും കുളത്തിൻ്റെ സ്റ്റെപ്പ് ഇരുന്നുകൊണ്ട് എപ്പോഴും ഫോട്ടോ എടുക്കാറുണ്ട്. അങ്ങനെ കാശിക്ക് പതിവ് പോലെ പുറത്തിറങ്ങിയാൽ അവനെപ്പോഴും ജ്യൂസ് വേണം. കുപ്പിയിലെ ജ്യൂസാണ് ആൾക്ക് വേണ്ടത്. അല്ലാത്ത ജ്യൂസ് കുടിക്കുമെങ്കിൽ അവന് മെയിൻ എപ്പോഴും ചോദിക്കുന്നത് കുപ്പിയിലെ ജ്യൂസാണ് കേട്ടോ. ആൾക്ക് പുറത്തിറങ്ങിയാലേ വിശപ്പും ദാഹവും ഒക്കെയാണ്. വീട്ടിൽ നിന്ന് അവൻ അത്രയും കഴിക്കത്തില്ല, പക്ഷെ പുറത്തോട്ട് ഇറങ്ങിയാൽ അവന് വിശപ്പാണ് കേട്ടോ. എല്ലാ പിള്ളേരും അങ്ങനെ ആയിരിക്കും. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ള കൊതി കൊണ്ട് ജ്യൂസ് വേണം, വിശപ്പുണ്ടെന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ ഒക്കെ കടകളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കടകളൊക്കെ ഇടയ്ക്ക് നോക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ വേണ്ടി. അപ്പോൾ പതിവ് പോലെ ഞങ്ങൾ കടയിൽ കയറി. അമ്മ എനിക്ക് അടുക്കളയിലേക്ക് വേണ്ടി കുറച്ച് തവികളൊക്കെ വാങ്ങിച്ചായിരുന്നു. പിന്നെ കുഞ്ഞാറ്റയ്ക്ക് തലയിലിടാൻ സ്ലൈഡും ക്ലിപ്പും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയായിരുന്നു. പൊട്ടൊക്കെ വാങ്ങിയായിരുന്നു കേട്ടോ. ചേച്ചിക്ക് അതുപോലെ ബാഗും കാര്യങ്ങളൊക്കെ വാങ്ങിയായിരുന്നു. വീട്ടിലിടാൻ ചെരുപ്പ്. ഇത് നമ്മുടെ കാറി വെക്കാൻ വേണ്ടി ശിവൻ്റെ ഇത് ഞാൻ വാങ്ങിയായിരുന്നു കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ശിവൻ്റെ ആയിരുന്നു. അപ്പോൾ കുഞ്ഞാറ്റ അവിടെ കിടന്ന് ആ മുന്തിരിങ്ങയിലൊക്കെ പിടിച്ച് വലിക്കുന്നൊക്കെ ഉണ്ട്. അവൾ വായിലിടാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. കാശിക്ക് അതുപോലെ കാറ് മേടിച്ചു കൊടുത്തു മുത്തമ്മ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ അവന് കാറ് വേണമെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ അവന് ആ കാറാണ് ഇഷ്ടപ്പെട്ടത്. അപ്പം മുത്തമ്മ അവന് കാറൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തൊഴുത് മാല വാങ്ങിയായിരുന്നു കാറിനകത്ത് കെട്ടാനായിട്ട്. അപ്പോൾ ഹരിയേട്ടൻ മാലയൊക്കെ പൂജിച്ച് വാങ്ങിക്കുകയാണ് കേട്ടോ. കാശിമോനാണെങ്കിൽ അമ്പലത്തിലൊക്കെ അവനെന്നും അവൻ്റെ അച്ചാമ്മൻ്റെ കൂടെയും അപ്പൂപ്പൻ്റെ കൂടെ വന്നാൽ ഓച്ചിറയിൽ എന്നും അങ്ങനെ വരാറുണ്ട്. അപ്പം ആ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ അവൻ എപ്പോഴും ഓട്ടവും കളിയൊക്കെയാണ്. അപ്പം അതുപോലെ ഈ പ്രാവശ്യം അവനെ ഓടിക്കളിക്കുകയും പ്രാവിനെ ഓടിക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ. എപ്പോഴും അച്ചാമ്മയും അപ്പൂപ്പനും അവനെ എന്ന് ഞായറാഴ്ച ശനിയാഴ്ചയൊക്കെ അവനെ ഓച്ചിറ അമ്പലത്തേക്ക് എന്നും കൊണ്ടുപോകും. അപ്പോൾ സ്ഥിരം ഭക്തനാണ് കേട്ടോ ഓച്ചിറയിൽ. അപ്പോൾ ഞങ്ങൾ ഹരിയുടെ മാലയൊക്കെ കെട്ടിക്കൊടുക്കാൻ പോവാണ് കേട്ടോ നമ്മുടെ കാറിന്. അപ്പോൾ എല്ലാവരുമായിട്ടൊക്കെ അമ്പലത്തിൽ വരുന്നൊരു സന്തോഷകരമുള്ള കാര്യങ്ങളാണല്ലോ. അവർ ഇടയ്ക്കൊക്കെ അങ്ങനെ വരാറുള്ളൂ. അത്രയും ലോങ് ആയതുകൊണ്ട് എപ്പോഴും ഓടി എത്താനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ അവരുടെ കൂടെയൊക്കെ ഉള്ളൊരു യാത്ര എന്നൊക്കെ പറയുന്നത് നല്ല സന്തോഷകരമായുള്ള യാത്രയൊക്കെയാണ്. അപ്പോൾ അരിയണ്ണാണെങ്കിൽ മാലയൊക്കെ കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ കാറിന്. അപ്പം ഞങ്ങൾ തൊഴുതെല്ലാം ഇറങ്ങിയപ്പോഴത്തേക്കിനും ഒരു 12 മണി 12:30 കഴിഞ്ഞു കേട്ടോ. കടകളിലൊക്കെ കയറി അതൊത്തിരി സമയമൊക്കെ ഒരുപാടായി. അപ്പോൾ രാവിലെ കഴിക്കാതാണല്ലോ നമ്മൾ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങിയപ്പം. കഴിക്കാതായിരുന്നു ഞങ്ങൾ ഇറങ്ങിയപ്പം. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം ഉച്ചയായതുകൊണ്ട് ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു താസായിൽ പോയി ഫുഡ് കഴിക്കാം, അവിടെ നല്ല ഫുഡാണ്. എനിക്ക് താസയിലെ ഹോട്ടലിലെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബിരിയാണി ആയാലും ചോറായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് താസയിൽ പോയി കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി താസയിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. പിന്നെ കാറിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഞങ്ങളെല്ലാവരും ഫോട്ടോയൊക്കെ എടുക്കുകയാണ് കേട്ടോ. കാശി ഫോട്ടോ എടുക്കാനൊന്നും വരത്തില്ല. ഫോട്ടോ ആയാലും വീഡിയോ ആയാലും എടുക്കുന്ന കാണുമ്പോഴേ അവൻ അങ്ങ് ഓടിപ്പോകും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞൊക്കെ നിർബന്ധിച്ച് അവൻ എൻ്റെ കൂടെ നിൽക്കുകയാണ് കേട്ടോ ഫോട്ടോ എടുക്കാനും. അപ്പോൾ നമ്മൾ വാങ്ങിയ ശിവൻ്റെ ഇത് കേട്ടോ.
അപ്പോൾ അത് ഞങ്ങൾ നമ്മുടെ കാറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അരിയിട്ട്. അതിൻ്റെ ഒരു പശയുണ്ട് അടിയിൽ, അതങ്ങനെ അപ്പോൾ സ്റ്റാൻഡിൽ വെച്ച് കൊടുത്തു. നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അരിയണ്ണ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൻ്റെ കറുപ്പ് കളറും സിൽവർ കളറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അരിയണ്ണ ഗോൾഡ് കളറാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞങ്ങൾ താസ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഇറങ്ങുകയാണ്. ലാസ്റ്റ് ഞാനും കുഞ്ഞാറ്റയാണ് ഇറങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ താസയിൽ കയറി ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് ഫുഡ് കഴിക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എപ്പോഴും പുറത്ത് പോയാൽ എനിക്ക് കൂടുതൽ ഇഷ്ടം ചോറ് കഴിക്കാനാണ് ഇഷ്ടം. ഉച്ചയാണെങ്കിൽ എനിക്ക് എപ്പോഴും ചോറ് കഴിക്കാനാണ് ഇഷ്ടം. അങ്ങനെ വല്ലപ്പോഴേ ഉള്ളൂ ഞാൻ ബിരിയാണിയൊക്കെ ഓർഡറാക്കി മേടിക്കുന്നത്. ചില സമയത്ത് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കാറാണ് പതിവ്. അങ്ങനെ ഞങ്ങൾ സീറ്റൊക്കെ ഉറപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഫുഡ് പറഞ്ഞിട്ടുണ്ട്. ഞാനും അമ്മയും ചോറാണ് പറഞ്ഞേക്കുന്നത്. ചേട്ടനും അവളും ബിരിയാണിയാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. അങ്ങനെ കാശിമോന് കിട്ടിയ വണ്ടി കൊണ്ട് കാശ് ആ ടേബിളിൽ ഇരുന്ന് ഓടിക്കുകയാണ് കേട്ടോ. അവന് പിന്നെ ഹോട്ടലാണോ അങ്ങനെയുള്ള ചിന്തകളൊന്നും ഇല്ലല്ലോ കുഞ്ഞുങ്ങൾക്ക്. അവരപ്പോൾ അവൻ്റെതായ രീതിയിൽ അവന് അവിടെ നിന്ന് കളിക്കുകയാണ് കേട്ടോ. കുഞ്ഞാറ്റയ്ക്ക് വിശക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇച്ചിരി ഒരു 6-7 മിനിറ്റ് എടുത്തു കേട്ടോ ഫുഡൊക്കെ കൊണ്ടുവരാൻ. വലിയ സമയമൊന്നും എടുത്തില്ല, എന്നാലും ഇച്ചിരി 5-6 മിനിറ്റ് എടുത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കുള്ള ചോറിൻ്റെ കൂടെ ഉള്ള പപ്പടം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നല്ല വിശപ്പുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കണം എന്നുള്ള പ്ലാനിങ്ങിലാണ് ഞങ്ങൾ കടയിൽ കയറിയത്. അങ്ങനെ അവരുടെ ബിരിയാണിയും വന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതൊക്കെ കഴിക്കാൻ പോവുകയാണ്. അമ്മ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് അമ്മയ്ക്ക് അങ്ങ് മടുത്തു. അമ്മ പിന്നെ ഇച്ചിരി ചോറും അവിടെ അധികം വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഫുഡ് മുഴുവൻ കഴിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ കാശിക്ക് ബിരിയാണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൻ ചോറ് അങ്ങനെ അധികം തിന്നത്തില്ല, ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പുറത്തോട്ടൊക്കെ പോയാൽ അവന് ബിരിയാണിയാണ് അവൻ പറയാറ്, ചോറ് തിന്നത്തില്ല. വീട്ടിലാണെങ്കിൽ ചോറൊക്കെ അവന് വഴക്കിട്ട് നമ്മൾ പിടിച്ചിരുത്തിയൊക്കെ വേണം അവന് ചോറും ആഹാരങ്ങളൊക്കെ കൊടുക്കാൻ കേട്ടോ. ബിരിയാണി ആകുമ്പോൾ പ്രശ്നമില്ല, അവനങ്ങ് കഴിച്ചോളാം. അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബിരിയാണി. അപ്പം അമ്മ കഴിച്ചു കഴിഞ്ഞാൽ അപ്പം അമ്മ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയിക്കോളാം, നീ കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് നന്നായിട്ട് കഴിക്കുകയാണ് കേട്ടോ. കാശിക്ക് ബിരിയാണി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഞാൻ ആസ്വദിച്ചൊക്കെ കഴിക്കുകയാണ് കേട്ടോ. ഹരിയണ്ണാണ് വാരി കൊടുക്കുന്നത്. ചേച്ചി അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കഴിച്ച് കുഞ്ഞാറ്റയ്ക്ക് ഞാൻ ഇച്ചിരി വാരി കൊടുക്കുന്നുണ്ട്. അവൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അവൾ കാശിമോനെ നോക്കുക കേട്ടോ. അവൻ്റെ കളിയും ചിരിയൊക്കെ ആൾ നോക്കുക കേട്ടോ. അവനെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് കേട്ടോ കുഞ്ഞാറ്റയ്ക്ക്. കാശിമോനെ ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് കേട്ടോ. അവനെ കാണുമ്പോൾ ഇയാൾ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ അവൻ സ്കൂളിൽ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അവനെ കാണുമ്പോഴേ ആൾ ഭയങ്കര ചിരിയും സന്തോഷമൊക്കെയാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ലെമൺ ജ്യൂസ്